Hi everyone, എൻ്റെ പേര് നിയ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബിഗിനർ സ്റ്റാർട്ടപ്പ് കിറ്റിനെ പറ്റിയിട്ടാണ്. അതായത് ഇപ്പൊ നിങ്ങളൊരു മേക്കപ്പിനെ പറ്റി അധികം അറിയാത്ത ഒരാളാണ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ നമ്മൾ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. കാരണം എനിക്ക് കുറെ പേരെ റിക്വസ്റ്റ് ചെയ്യുന്നു, ചേച്ചി ഏത് ഫൗണ്ടേഷൻ ആണ് നല്ലത്, ഏത് പ്രൈമറാണ് നല്ലത്, അങ്ങനെ ചോദിച്ച് കുറച്ചധികം പേരായി എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പം എന്താണ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നോർമലി നന്നായിട്ട് മേക്കപ്പ് അറിയുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ അത്ര ഹെൽപ്ഫുൾ ആയിരിക്കാൻ ചാൻസ് ഇല്ല. ബട്ട് നിങ്ങൾ കുറെ ഇങ്ങനെ വീഡിയോസ് മേക്കപ്പിൽ ഇൻട്രസ്റ്റഡ് ആയി വന്നു, അങ്ങനെ കുറെ വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ എന്താണ് ഇനി നമുക്കൊരു എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് വാങ്ങണം, അങ്ങനെ ഒരു വിചാരമുള്ള ഒരു ടൈപ്പ് ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ആക്ച്വലി എനിക്കൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ, എനിക്ക് ആദ്യം മേക്കപ്പിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ വെറുതെ യൂട്യൂബ് വീഡിയോസ് കണ്ടു തുടങ്ങി അങ്ങനെ മേക്കപ്പിനോട് ഒരു ക്രേസ് വന്നതാണ്. അങ്ങനെ വന്നൊരു ക്രേസ് ആണ് എനിക്ക് മേക്കപ്പിനോടുള്ളതും. പിന്നെയാണ് ഞാൻ ഇതിൽ കുറച്ച് അഡിക്റ്റ് ആയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ എന്താണ് അഡിക്റ്റ് ആയെന്നല്ല, അറ്റ്ലീസ്റ്റ് ഒരു നല്ല രീതിയിൽ നമുക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒന്ന് പ്രസന്റബിൾ ആയ രീതിയിൽ പോകാൻ പറയുന്ന ഒരു നല്ല കാര്യമല്ലേ. സോ അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ട് മേക്കപ്പ് എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ടൈപ്പ് ഒരു ആൾക്കാരാണെന്നെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ കാണുന്നതെന്ന് വെച്ചാൽ, എന്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണ് എന്നൊക്കെ വെച്ചാൽ, അതുപോലെ തന്നെ ഇതുപോലെയുള്ള കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നെങ്കിൽ ദെൻ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടെ വരും, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് എന്റെ വീഡിയോ എപ്പോഴൊക്കെ ലൈവ് ആവുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷനും അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഏത് മേക്കപ്പും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് പ്രൈമറാണ്. അതുപോലെ തന്നെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്തായാലും അത്ര നല്ല സംഭവങ്ങളൊന്നും അല്ലല്ലോ നമ്മുടെ സ്കിന്നിനുള്ളത്. അപ്പം അതിനു മുന്നേ നമ്മുടെ സ്കിന്നിന് നമ്മളൊരു ബാരിയർ പോലെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആക്ച്വലി പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ പ്രൈമറായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് നിവിയ മെൻ സെൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലോഷനാണ്. ഇത് ആക്ച്വലി മെൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ബട്ട് നമുക്കും ഇത് നമ്മളൊരു പ്രൈമർ ആയിട്ട് നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കുറെ കാലമായിട്ട് കുറെ വീഡിയോസിലാണ് ഇത് ആക്ച്വലി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര ഹൈ എൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് കാര്യമില്ലല്ലോ. ഒരു ബിഗിനർ ആണെങ്കിൽ വലിയ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വെറുതെ പൈസ വേസ്റ്റ് ചെയ്ത് ഇപ്പൊ നമുക്കത് നന്നായിട്ട് യൂസ് ചെയ്യാനും അറിയുന്നില്ല. അത് നമ്മൾ തുടങ്ങുമ്പോൾ എപ്പോഴും ചെറിയ രീതിയിൽ തുടങ്ങുന്നതാണല്ലോ എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അഫോർഡബിൾ അല്ലാത്ത പ്രൊഡക്ട്സിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഇതൊക്കെ നമുക്ക് ഈസിലി അവൈലബിളും കൂടിയാണ്. സോ ഞാൻ പ്രൈമറായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് നിവിയ മെന്റെ സെൻസിറ്റീവ് ലോഷനാണ്. ഓക്കെ, പ്രൈമർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷൻ നിങ്ങൾക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഫൗണ്ടേഷനിൽ ഭയങ്കര കുറെ വെറൈറ്റീസ് ഭയങ്കര ഹൈ എൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും വേണ്ട, കുറെ സ്റ്റെപ്പുകളൊന്നും അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു BB ക്രീം ആയാലും മതിയോ. BB ക്രീമിന് ഞാൻ സജസ്റ്റ് ചെയ്യുക പോൺസിന്റെ BB പ്ലസ് ക്രീമാണ്. പോൺസ് വൈറ്റ് ബ്യൂട്ടി BB പ്ലസ് ക്രീം. ഇതിന് SPF 30 ഉണ്ട്. അപ്പം ഒരു ഡെയിലി വെയർ ബേസിസിലോ എന്തെങ്കിലും ഓഫീസ് വെയറോ അങ്ങനെയൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു പർപ്പസിന് ഇത് നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ മേക്കപ്പിന് ഒട്ടും ധാരണ ഇല്ലാത്ത ഒരാളാണ്, പിന്നെ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യാൻ പോവാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫൗണ്ടേഷൻസ്, കൺസീലർ അങ്ങനത്തെ ഒരു ഡീറ്റെയിൽ പോകുന്നതിന് മുന്നേ ഈ BB ക്രീം വെച്ച് യൂസ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആവുന്നുണ്ടോ, അപ്ലൈ ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് പഠിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഫൗണ്ടേഷൻ കൺസീലിംഗ് ആ ഒരു ഡീറ്റെയിലേക്ക് പോയാലും മതി. സോ അപ്പൊ അതിന് നമുക്ക് എപ്പോഴും നല്ലത് ഒരു BB ക്രീം ആദ്യം യൂസ് ചെയ്യേണ്ടത്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്, വലിയ റേറ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു 200 റേഞ്ച് അത്രയും കണ്ടുള്ളൂ. അപ്പം ഇതിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിച്ചതിന് ശേഷം അതിൽ നമ്മൾ സ്പെഷ്യലിസ്റ്റ് ആയതിനു ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതാണല്ലോ എപ്പോഴും നല്ലത്. ഇനി അതല്ല നിങ്ങൾക്ക് ഓൾറെഡി അങ്ങനെ അപ്ലൈ ചെയ്യാനൊക്കെ അറിയാം, നല്ല ഇവന്റിൽ അപ്ലൈ ചെയ്യാനൊക്കെ അറിയാം, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നോർമലി ചെയ്യുന്ന പോലെ ഫൗണ്ടേഷൻ, കൺസീലർ, പിന്നെ കോണ്ടർ ചെയ്യാനുള്ള, പിന്നെ കോണ്ടറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അതാണ് വേണ്ടത്. ഇതിൽ ഞാൻ ഫൗണ്ടേഷനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്നത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മേബിലിൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ ആണ്. ഈ ഫൗണ്ടേഷൻ ഈസിലി അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡ് ആവും, കുറെ ഷെയ്ഡുകളും അവൈലബിൾ ആണ്. അപ്പം ഒരു ഫൗണ്ടേഷൻ നല്ലതാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് കിട്ടിയില്ലെങ്കിൽ വലിയ കാര്യമില്ലല്ലോ. സോ ഈ മേബിലിൻ ഫിറ്റ്മിയുടെ കുറെ വൈഡ് റേഞ്ച് ഓഫ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. സോ അതുകൊണ്ടാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ റേഞ്ച് ഏകദേശം 500 അടുത്തേ ഉള്ളൂ. 500 എപ്പോൾ ഉണ്ട് ആക്ച്വലി, ബട്ട് എപ്പോഴും ആമസോണിലും നൈക്കയിലും ഒക്കെ ആണെങ്കിലും ഇതിന് ഓഫർ വരാറുണ്ട്. സോ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം ഫൗണ്ടേഷൻ ആയിട്ട്. പിന്നെ കൺസീലിങ്ങിനും മേബിലിൻ ഫിറ്റ്മിയുടെ തന്നെ കൺസീലർ ഉണ്ട്. ഈ കൺസീലർ നമുക്ക് യൂസ് ചെയ്യാം. അതിലും നിങ്ങളുടെ ഈ ഫൗണ്ടേഷൻ നിങ്ങൾ എന്ത് സെലക്ട് ചെയ്തോ അതിനെക്കാട്ടും ഒരു 2-3 ഷെയ്ഡ്സ്, മാക്സിമം ഒരു 3 അത്രയും ഷെയ്ഡ്, കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് നമ്മൾ കൺസീലിങ്ങിന് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ കോണ്ടറിങ്ങിന് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷന്റെ ഷെയ്ഡിനെക്കാട്ടും കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ്,
എന്നാൽ മാത്രമേ കോണ്ടറിങ് ചെയ്തൊരു ഭാഗങ്ങളിൽ ഒന്ന് എന്താ പറയാ തിന്നായ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. അപ്പൊ കൺസീൽ ചെയ്യുമ്പോൾ ലൈറ്റർ ഷെയ്ഡും കോണ്ടർ ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡും സെലക്ട് ചെയ്യാം. കോണ്ടറിങ്ങിന് എനിക്കിഷ്ടം ഇങ്ങനത്തെ ഒരു ലിക്വിഡ് കോണ്ടറിങ് ആണ്. അപ്പം ഇതിന് ഞാൻ പറയുന്നത് സജസ്റ്റ് ചെയ്യുന്നത് LA Girl Pro കൺസീലർ ആണ്. HD ഡെഫിനിഷൻ കൺസീലർ ആണ്. ഇതാണ് എന്റെ കൺസീലർ, ലിക്വിഡ് ആയിട്ടുള്ള ഫോമിലുള്ള കൺസീലർ. അപ്പൊ ഇതാണ് ഈ 3 സെക്ഷൻ. ഇതല്ലാതെ ഞാൻ ഇത് 3 ഇല്ലാണ്ട് ഒരൊറ്റ ചോയ്സ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാല് എന്താണ് ഇത് യൂസ് ചെയ്യട്ടോ. അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് ഓക്കെ റെഡിയായി. അതെങ്കിൽ പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ ഒരു കോമ്പാക്ട് ഇടണം. അല്ലെങ്കിൽ അത് വല്ലാണ്ട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുഴപ്പമില്ല. ബട്ട് അല്ലാതെ ആണെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യുമ്പോഴോ അതുപോലെ തന്നെ ഓയിലി സ്കിൻ ആണെങ്കിലൊക്കെ നമ്മുടെ ഫൗണ്ടേഷൻ അവിടെ ഇവിടുന്നായിട്ട് ഇങ്ങനെ പാച്ച് പോലെ ഒരു ഇങ്ങനെ ലൈൻസ് ഒക്കെ ഫോം ചെയ്ത് വരും. അപ്പൊ ഈ കോമ്പാക്ട് ഇട്ടിട്ട് നമ്മൾ അതിനെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ ആ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിലിത് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ലോറിയൽ മാറ്റ് മജിക്കിന്റെ ഓൾ ഇൻ വൺ മാറ്റ് ട്രാൻസ്ഫോമിംഗ് കോമ്പാക്ട് പൗഡർ ആണുള്ളത്. ഇതിന് SPF 34 ഉണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ലോറിയലിന്റെ ഈ ഒരു ഫൗണ്ടേഷൻ ആണ്. ഇതിനും ഈ പറഞ്ഞ മാതിരി കുറെ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പം ഇതൊരു നല്ല ചോയ്സ് ആണ്. കോമ്പാക്ട് ഇടാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ നമ്മളായിട്ട് ഫൗണ്ടേഷൻ ഒക്കെ വെറുതെ ആവും. അപ്പൊ ഫൗണ്ടേഷൻ ഇട്ടിട്ട് അതിന്റെ മുകളിൽ എന്തായാലും കോമ്പാക്ട് ഇടാം. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ഇങ്ങനത്തെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ നിങ്ങൾക്ക് അല്ലെങ്കിൽ കോസ്മെറ്റിക് സ്പഞ്ചോ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി വാട്ടറിൽ ഡിപ്പ് ചെയ്യണം, എന്നിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അത് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നല്ല ഫിനിഷ് ഉണ്ടാവും ഇങ്ങനത്തെ ഒരു കോസ്മെറ്റിക് സ്പഞ്ച് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ. അപ്പൊ കുറെ ബ്രഷും കാര്യങ്ങളൊന്നും മേടിക്കേണ്ട ബിഗിനർ ആണെങ്കിൽ. ബട്ട് ഇത് ഒരു നല്ല ചോയ്സ് ആണ്. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഡാബിക് മോഷനിൽ കൂടെ ഇങ്ങനെ 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 അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫൗണ്ടേഷൻ നല്ല എന്താ പറയാ ഒരു ഫൗണ്ടേഷൻ ഇട്ട് നമ്മളൊരു എക്സ്ട്രാ എന്തോ വന്നിരിക്കുന്ന പോലെ തോന്നില്ലേ, നല്ല ഈവൻലി അപ്ലൈ ആയി നമ്മുടെ ഒരു സെക്കൻഡ് സ്കിൻ പോലെ അതുണ്ടാവും. സോ അതിന് എപ്പോഴും ഇതൊരു കുഞ്ഞു സാധനമാണ്. ഇതൊരു പൂനെ കോസ്മെറ്റിക് സ്പഞ്ചിന്റെ പൂനെ കോസ്മെറ്റിക് സ്റ്റോറിന്റെ ഒരു കോസ്മെറ്റിക് സ്പഞ്ചാണ്. അപ്പം ഇതൊരു നല്ല അത്ര വാല്യൂ ഒന്നുമില്ല, ഭയങ്കര ലോ റേറ്റിന് ഈ സാധനങ്ങൾ കിട്ടും. ഇത് ആദ്യം വാട്ടറിൽ ഡിപ്പ് ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമേ സാധനം ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അതിനുശേഷം ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ BB ക്രീം ആണോ ഫൗണ്ടേഷൻ ആണ് എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് നല്ല ഈവന്റ് അപ്ലൈ ചെയ്ത് എന്താണ് നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് നല്ലൊരു സെക്കൻഡ് സ്കിൻ പോലെ നിൽക്കാൻ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ കൈകൊണ്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലതായിരിക്കും. സോ ഇതൊരു ചോയ്സ് ആണ്. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു പാർട്ടി ലെവലിലാണ് നമ്മൾ ചിന്തിക്കുന്നത് വെച്ചാൽ ഒബ്വിയസ്ലി നമുക്ക് എന്താണ് ബ്ലഷ് ഒക്കെ വേണം. ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ കുറെ ബ്ലഷിന്റെ കളക്ഷൻ ഇല്ല. ഇതിലാകെ ഇത് ഒരു സിവാന കളേഴ്സിന്റെ ചിക്കൻ കോണ്ടൂർ പാലറ്റ് ആണ്. അപ്പൊ നിങ്ങൾ കോണ്ടറിങ്ങിന് പകരം ബ്രോൺസിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിന് എന്താണ് ഒരു ഷെയ്ഡ് ബ്രോൺസറിനായിട്ടുണ്ട്. പിന്നെ കോമ്പാക്ടിന് പകരം നമുക്ക് ഈ ഷെയ്ഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു ഗ്ലോ പൗഡർ ആണ്. ആക്ച്വലി കോമ്പാക്ട് പോലെ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു പൗഡറാണ്. അതുപോലെ തന്നെ ഇതിൽ 2 ബ്ലഷ് ഷെയ്ഡുകളുണ്ട്. ഇതൊരു ഓൾ ഇൻ വൺ പാലറ്റ് ആണ്. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 2 ഷെയ്ഡ് ബ്ലഷും കിട്ടും, പിന്നെ കോണ്ടറിങ്ങിനുള്ള ഒരു കളറും കിട്ടും. കോണ്ടറിങ് അല്ല ബ്രോൺസിംഗ് ഉള്ള ഒരു കളറും കൂടെ, അല്ലെങ്കിൽ പൗഡർ കോണ്ടറിങ് എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ അതിനുള്ള ഒരു ഷെയ്ഡും കൂടെ കിട്ടും. അപ്പൊ ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഫേസിൽ ബാക്കിയുള്ളത് ഹൈലൈറ്റിംഗ് ആണ്. ഹൈലൈറ്റിംഗിന് വേണ്ടിയിട്ടും ഞാൻ സിവാന കളേഴ്സിന്റെ ഷിമർ ബ്രിക്ക് ആണ്. ഇതിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഈ ഷിമർ ബ്രിക്കിന്റെ തന്നെ പല ബ്രിക്കുകൾ നമുക്ക് കിട്ടും. ഇതിൽ ഇങ്ങനത്തെ ഈ ഒരു ഇതാണ് എന്റെ ബ്രിക്ക്. ഇതിന്റെ ഷെയ്ഡ് 06 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് എന്റെ. അപ്പം ഇതിപ്പോ ആക്ച്വലി നിങ്ങൾക്ക് ഒരു ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം ഷിമറി ആയിട്ടുള്ള ഐ ഷാഡോസ് അങ്ങനത്തെ ഒരു ഷിമറി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഗ്ലിറ്റർ ഉള്ള ടൈപ്പ് ഐ ഷാഡോ അങ്ങനത്തെ ഒരു ടൈപ്പ് പാർട്ടി വെയർ ലുക്കിനും ഈ ഒരു എന്താണ് പാലറ്റ് കൊണ്ട് പറ്റും. സോ അപ്പൊ ഇതും ഒരു മൾട്ടിപർപ്പസ് ആണ്. ഇത് വാങ്ങുകയാണെങ്കിൽ 2 യൂസ് നടക്കും. നല്ലല്ലേ. ഫേസ് മേക്കപ്പ് ഏതാണ്ട് ആയി. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഐ മേക്കപ്പ് ആണ്. നോർമലി നമ്മളെ മേക്കപ്പ് പറയുമ്പോൾ ഫേസ്, ഐസ്, ലിപ്സ് അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് പറയാം. അപ്പൊ ഫേസ് മേക്കപ്പിനുള്ള ഏതാണ്ട് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് ഐസ് മേക്കപ്പിന് പോകും. ഐസ് മേക്കപ്പിന് ആദ്യം വേണ്ടത് ഐ ഷാഡോ. ഇതിന് 2 ഞാൻ ഒരെണ്ണം മേബിലിന്റെ ന്യൂഡ്സ് പാലറ്റും മേബിലിൻ ന്യൂയോർക്കിന്റെ ന്യൂഡ്സ് പാലറ്റും, മറ്റത് മേബിലിന്റെ ന്യൂയോർക്കിന്റെ തന്നെ ബ്ലഷ്ഡ് ന്യൂഡ്സ്. 2 കളറുണ്ട്. ഇതാണെങ്കിൽ മാറ്റ് ഫിനിഷ് ഉള്ള ന്യൂഡ്സ് ആണ്. എന്ന് വെച്ചാൽ എന്താണ് അധികം ഷിമ്മറി ആയിട്ടുള്ള ഷെയ്ഡൊന്നുമില്ല, മാറ്റ് ആണ്. അതായത് വലിയ എന്താ പറയുക ഗ്ലിറ്റേഴ്സ് പോലത്തെ എഫക്റ്റോ അങ്ങനത്തെ ഒരു ഷൈനിങ് എഫക്റ്റോ ഒന്നും ഇല്ലാത്ത ഭയങ്കര മാറ്റ് ഫിനിഷ് ഉള്ള ഐ ഷാഡോസ് ആണ് ഇത്. പിന്നെ അതല്ല നിങ്ങൾക്ക് കുറച്ചൊരു ഗ്ലിറ്റർ ഒക്കെ ഉള്ള നല്ല ഗ്ലാമറസ് ലുക്ക് അങ്ങനത്തെ ലുക്ക് അച്ചീവ് ചെയ്യാനാണ് ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതും ട്രൈ ചെയ്ത് വെക്കാം. മേബിലിൻ ന്യൂഡ്സിന്റെ ഇത് ബ്ലഷ്ഡ് പാലറ്റ്. ഇത് 2 നല്ല ഓപ്ഷനാണ്. ബട്ട് ഒരു ബിഗിനർ ആണെങ്കിൽ ഞാൻ എപ്പോഴും ഈ ഒരു പാലറ്റാണ് സജസ്റ്റ് ചെയ്യുക. കാരണം ന്യൂഡ്സ് ഷെയ്ഡുകളാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഐ ഷാഡോ കറക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനോ അതിന്റെ പാറ്റേൺ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും അറിയുന്നില്ലെങ്കിൽ ന്യൂഡ്സ് ഷെയ്ഡുകൾ വെച്ച് നമ്മൾ കളിക്കുകയാണെങ്കിൽ അത് അത്ര കൊള്ളാവില്ല. പെട്ടെന്ന് അങ്ങോട്ട് മിസ്റ്റേക്ക് വരുത്തിയാലും പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ന്യൂഡ്സ് ഷെയ്ഡുകളാണെങ്കിൽ.
അപ്പം അങ്ങനത്തെ ഒരു പർപ്പസിന് ഇത് ആക്ച്വലി നല്ലതാണ്. മേക്കപ്പിന് വേണ്ട 2 കാര്യങ്ങളാണ്. മറ്റേ കാജലും വേണം, പിന്നെന്താണ് മസ്കാരയും വേണം. ഇതിൽ കാജലിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, കാജലായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫേസസിന്റെ ലോങ് വിയർ ഐ പെൻസിലാണ്. ഇത് ഭയങ്കര ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. അതുപോലെ തന്നെ നല്ലോണം ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല സ്മച്ച് പ്രൂഫ് ആണ്, ഭയങ്കര ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പം ഈ ഒരു കാജലാണ് ഞാൻ കാജൽ പർപ്പസിന് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനൊരു സ്കെച്ച് ഐലൈനർ ആണ് വേറെ ലിക്വിഡ് ഐലൈനറിനെക്കാട്ടും കൂടുതൽ എനിക്കിഷ്ടം സ്കെച്ച് ഐലൈനേഴ്സ് ആണ്. ഇതിന്റെ ടിപ്പ് ഭയങ്കര ഷാർപ്പായിരിക്കും കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് വിങ്സ് ഒക്കെ വരയ്ക്കാൻ നല്ല ഈസിയാണ്. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഐലൈനേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം. ഇത് ബ്ലൂ ഹെവന്റെ സ്കെച്ച് ഐലൈനർ ആണ്. അപ്പം ഇതും ഒരു ഓപ്ഷനാണ്. അപ്പൊ ഇത് രണ്ടുമാണ് കണ്ണെഴുതാൻ വേണ്ടിയിട്ടുള്ള ചോയ്സസ്. കണ്ണെഴുതി കഴിഞ്ഞാൽ പിന്നെ എന്താണ്ടത് നമ്മുടെ ഐലാഷസിന് വേണം. ഐലാഷസിന് വേണ്ടിയിട്ടുള്ളതാണ് മസ്കാര. അപ്പോൾ മസ്കാരയ്ക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മേബിലിന്റെ തന്നെ ഇത് കൊളോസൽ വോളിയം എക്സ്പ്രസ് മസ്കാരയാണ്. ഇതും നല്ല ഷെയ്ഡാണ്. ഒരു 2-3 കോഴ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല ഡ്രമാറ്റിക് ഒരു വിങ്സ് അല്ല ലാഷസ് ഒക്കെ വരും. അപ്പം ഐ മേക്കപ്പിൽ ഐ ഷാഡോയും കാജലും മാത്രം അപ്ലൈ ചെയ്യാൻ മാത്രമല്ല, മസ്കാരയും കൂടി ഉണ്ടെങ്കിലാണ് അതിന്റെ ഒരു ഫിനിഷ്ഡ് ലുക്ക്, നല്ലൊരു ഭംഗിയുള്ള എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു ലുക്ക് കിട്ടുള്ളൂ. സോ അതിന് ഇത് നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യലാണ്. ഐബ്രോസ് എപ്പോഴും ബ്ലാക്കിനെക്കാട്ടും എപ്പോഴും നല്ലത് ബ്രൗൺ ആണ്. ബ്ലാക്ക് ആണെങ്കിൽ എപ്പോഴും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ അതിനും നല്ലത് നമ്മുടെ ഒരു ബ്രൗൺ കളറിലുള്ള ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യണം. ഇതിന്റെ മിസ് ക്ലെയറിന്റെ വാട്ടർ പ്രൂഫ് ഐബ്രോ പെൻസിലാണ് 0 to ഡാർക്ക് ബ്രൗൺ. അപ്പം ഇതിന്റെ മെസ്സേജിൽ അറ്റത്തൊരു ബ്രഷും ഉണ്ട്. അപ്പൊ നമുക്കിത് വെച്ച് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബ്രഷ് വെച്ചിട്ട് ഒന്ന് കോംബ് ചെയ്ത് ഒന്ന് സ്മജ് ചെയ്തെടുക്കാം. അപ്പൊ ഒരു നാച്ചുറൽ ഫീലിംഗ് ഒന്നും കൂടി നന്നായിട്ടുണ്ടാവും. ഇതൊരു നല്ല സംഭവമാണ്. ഇതിന്റെ സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. ഇനിയുള്ളത് ലിപ് മേക്കപ്പ് ആണ്. പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ആദ്യം ഒരു ലിപ് ലൈനറും പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കുകളാണ്. ലിപ് ലൈനറിന് ഞാൻ എപ്പോഴും ഈ ഒരു ഇത് തന്നെയാണ് ചൂസ് ചെയ്യാറ്. അതായത് ഒരു ന്യൂഡ് ഷെയ്ഡിലുള്ള ലിപ് ലൈനർ ആണെങ്കിൽ ഓൾമോസ്റ്റ് എന്തിട്ടാലും വലിയ കുഴപ്പമുണ്ടാവില്ല. സോ എന്റെ കയ്യിലുള്ളത് ഷാംപൂറിന്റെ വെൽവെറ്റ് ടച്ച് ലിപ് ലൈനർ പെൻസിലാണ്. ഇത് ഷാംപൂറിനാണ്. അത് കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ. ബട്ട് ഭയങ്കര നല്ല സ്മൂത്ത് ഫിനിഷ്, ഭയങ്കര നല്ലൊരു ഡിസ്കവറിയാണ് ഇത്. ലിപ് ലൈനർ ഉണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് ബ്ലീഡ് ചെയ്ത് ചില നമുക്ക് അടയ്ക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ബ്ലീഡ് ചെയ്ത് അങ്ങനെ സ്പ്രെഡായി വരും. അപ്പൊ അതൊന്നും ഉണ്ടാവില്ല നമ്മൾ ആദ്യം ഒരു ലിപ് ലൈനർ ഇട്ടതിന് ശേഷമാണ് ലിപ്സ്റ്റിക്ക് ഇടണമെന്ന് വെച്ചാൽ. അപ്പൊ ലിപ് ലൈനർ ആദ്യം യൂസ് ചെയ്യാം. ഇത്രയും നല്ല തന്നെ വേണമെന്നില്ല, ബട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്തതാണ്. ഇതിന് കുറച്ചധികം റേറ്റ് ഉണ്ട്, കുറച്ചൊരു 500 അടുത്തുള്ള റേഞ്ച് ഉണ്ട് കേട്ടോ. ലിപ് ലൈനറിന് തന്നെ 450 എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനിത് ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പൊ ഷാംപൂവിന്റെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ന്യൂഡ് ലിപ് കളർ ആയിരിക്കും എപ്പോഴും നല്ലത്. കുട്ടികൾക്ക് ഞാൻ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡുകളിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം ഒരു ന്യൂഡ് ഷെയ്ഡ് എന്തായാലും ഞാൻ പറയും. കാരണം ന്യൂഡ് ഷെയ്ഡ് ഇപ്പം ലിപ്സ്റ്റിക്ക് വല്ലാണ്ട് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും പിന്നെന്താണ് ഒരു ഓഫീസിലേക്കായാലും ഡെയിലി വെയറിനായാലും ഈവൻ പാർട്ടിക്കായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാണ് ന്യൂഡ് ഷെയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഞാൻ ന്യൂഡ് ഷെയ്ഡിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മറ്റേ മിസ് ക്ലെയറിന്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീമില് 55 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡാണെന്ന് പറയും. പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു നല്ലൊരു റെഡ് എപ്പോഴും നല്ലതാണ്. ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ മലയാളികളും ഒരു റെഡ് ലിപ്സ്റ്റിക് എങ്കിലും എല്ലാവർക്കും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതിനെ പറ്റിയിട്ടൊരു ഷെയ്ഡാണ് ഇതും മിസ് ക്ലെയറിന്റെ തന്നെ നമ്പർ 01 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഈ ഒരു ലിപ്സ്റ്റിക്കും നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെഡാണ്. ഇതൊരു കുറച്ചൊരു കൂൾ അണ്ടർ ടോൺ ഉള്ള ഒരു റെഡാണ്. അപ്പൊ കുറച്ചും കൂടി ഇതിപ്പോ ഈ കളറാണ് ഞാൻ ഇപ്പിട്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് റെഡ് ഇഷ്ടമില്ല, കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള റെഡാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിന് ഈ ഒരു റെഡ് ഇങ്ങനത്തെ റെഡാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഇത് നല്ലൊരു നമ്മുടെ ലിപ്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു ഭംഗിയാണ്, പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്സ് തന്നെ വല്ലാണ്ട് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കും. അപ്പൊ ഇങ്ങനത്തെ ഗോൾഡ് കളേഴ്സ് ഒക്കെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാതും കൂടിയിട്ട് ആകെ ബോറാക്കരുത്. ലിപ്സിൽ തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക, ബാക്കിയുള്ളതൊക്കെ ഒന്ന് സെറ്റിൽ ആക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിലാണ് ഇങ്ങനത്തെ കളേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കളർ ഏതാന്ന് പറഞ്ഞില്ല, ഇത് കളർ ബാറിന്റെ ഒരു ഷെയ്ഡാണ്. ഓൾ ഫയർഡ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് 83. ഓൾ ഫയർഡ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത്. പിന്നെ ഞാൻ പറയാം വേറൊരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചൊരു എന്താ പറയാ പിങ്ക് പോലത്തെ ഒരു കളറാണ്. കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വെയിറ്റ് ചെയ്യാൻ. ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് ഇതും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നൊരു നമ്മുടെ കേരളപ്പൊക്കെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തൊരു ഷെയ്ഡാണ്. ഇതും ഒരു നല്ല ചോയ്സ് ആണ്. ഇത് ലാക്മി അബ്സല്യൂട്ട് ലിപ് ടിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പിങ്ക് സോർബറ്റ്, അതാണ് ആ കളറിന്റെ പേര്.
ഇതും ഒരു നല്ല ചോയ്സാണ്. നമ്മുടെ മേക്കപ്പിന് ഒരു ഫൈനലായിട്ട് വേണ്ടത് ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. എന്താണ്, മേക്കപ്പ് അവിടെ തന്നെ നിൽക്കണ്ടേ, ഒലിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടത് ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കളർ ബാറിന്റെ സ്റ്റേ ദ ഡേ ഫിനിഷിംഗ് മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതിന് എനിക്ക് തോന്നുന്നു 600 ആ ഒരു റേഞ്ചിലുണ്ട്. അപ്പം ഇതും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ട മേക്കപ്പ് അവിടെ തന്നെ ഇരുന്നോളൂല്ലോ, ഒലിച്ചു പോയിട്ട് വല്ലാണ്ട് കഷ്ടപ്പെടണ്ടല്ലോ. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ചോയ്സ്. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയെങ്കിൽ പിന്നെന്താണ്, നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. So see you all my next video. Till then, take care. Bye bye. Look beautiful and be happy.